റീഎഡിറ്റ് ചെയ്ത ചിത്രം എമ്പുരാൻ പ്രദർശിപ്പിക്കുന്നതിൽ തിയേറ്ററുകാർക്ക് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. വില്ലന്റെ പേര് പരാമർശിക്കുന്ന ഭാഗങ്ങൾ മാറ്റി ഡബ് ചെയ്തു. അക്രമരംഗങ്ങളുടെ തീവ്രതയും കുറച്ചു. ദേശീയ അന്വേഷണ ഏജൻസിയെ പരാമർശിക്കുന്ന രംഗങ്ങളും നീക്കം ചെയ്തു. വിശദാംശങ്ങളെ രാഗിൻ നൽകും. രാഗിൻ, ഗുഡ് മോർണിംഗ്. റീഎഡിറ്റ് ചെയ്ത സിനിമ എപ്പോഴാണ് പ്രദർശനത്തിന് എത്തുക എന്നത് സംബന്ധിച്ച് ഇതുവരെയും തിയേറ്ററുകൾക്ക് യാതൊരു അറിയിപ്പും ലഭ്യമാക്കാത്തതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി കുറച്ച് ദിവസം കൂടി ഈ നേരത്തെ ഉണ്ടായിരുന്ന സിനിമ, ആദ്യം റിലീസ് ചെയ്ത സിനിമ അങ്ങനെ തന്നെ പ്രദർശനത്തിന് എത്തും എന്നാണോ? ഗുഡ് മോർണിംഗ്. തിങ്കളാഴ്ചയോടുകൂടി റീഎഡിറ്റഡ് വെർഷൻ വരുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ അതിപ്പോൾ വൈകുകയാണ്. മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ റീഎഡിറ്റിംഗ് പ്രോസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈദരാബാദിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവസാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിൽ ഈ വിവാദമാക്കപ്പെട്ട ഭാഗങ്ങളാണ് നീക്കം ചെയ്യുക എന്നാണ് അണിയറ പ്രവർത്തകരും ഒക്കെ ടീം എമ്പുരാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രധാനമായും സൂചിപ്പിച്ചതുപോലെ ഇതിൽ വില്ലൻ്റെ പേര് പരാമർശിക്കുന്ന ഭാഗം അത് ഡബ് ചെയ്ത് റീഎഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്പം താമസം എടുക്കുന്നതെന്നാണ് ഇപ്പോൾ വിശദീകരണമായി വരുന്നത്. ഇതോടൊപ്പം തന്നെ ഈ അക്രമരംഗങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ ദൃശ്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതൊക്കെ അല്പം കുറച്ചിട്ടുണ്ട്, അതിൻ്റെ തീവ്രത കുറച്ചു. അതോടൊപ്പം ചില ഭാഗങ്ങൾ മാറ്റിയിട്ടുമുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പേര് പരാമർശിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭാഗം, അവിടെയും തിരുത്തൽ അല്ലെങ്കിൽ അവിടെയും ചില എഡിറ്റിംഗ് വന്നിട്ടുണ്ട്. എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം ആണ് തിയേറ്ററുകളിലേക്ക് ചിത്രം എത്തുക. നമ്മൾ തിയേറ്റർ ഉടമകളുമായും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായും ഒക്കെ സംസാരിച്ചു. ഇപ്പോഴും പഴയ വെർഷൻ തന്നെ പോവുകയാണ്. പുതിയ റീഎഡിറ്റഡ് വെർഷൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ്. സ്വാഭാവികമായിട്ടും ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞ് അവരിലേക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം ഒരു ബുധനോ വ്യാഴമോ കൂടി ആയിരിക്കും ഈ തിയേറ്ററുകളിലേക്ക് ഈ എഡിറ്റഡ് വെർഷൻ എത്തുക എന്നതാണ്. അതേസമയം ഇപ്പോഴും ഈ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല.